ഞാനിവിടെ 5 ലക്ഷം രൂപ ഇട്ടിട്ട് 3 വർഷത്തിൽ കൂടുതലായി. പല 100 തവണ അവധി പറഞ്ഞ് അവസാനം 6 മാസത്തേക്ക് എഴുതി തന്നെ. അതെൻ്റെ കയ്യിലിരിക്കുകയാണ്. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ്. മരുഭൂമിയിൽ ചെന്ന് ആടും മേച്ചുണ്ടാക്കിയ കാശായത്. എനിക്കത് കിട്ടണം. 72 വയസ്സുണ്ട് ബഷീറിന്. സഹകരണ സംഘത്തിന് മുന്നിൽ ഇങ്ങനെ വന്നിരിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. 30 വർഷം മരുഭൂമിയിൽ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണമാണ് സഹകരണ സംഘത്തിൽ നിക്ഷേപിച്ചത്. വയസ്സുകാലത്ത് ആരെയും ആശ്രയിക്കാതെ മരുന്നെങ്കിലും വാങ്ങാൻ. എന്നാൽ നിക്ഷേപിച്ച പണത്തിന്റെയും വിശ്വസിച്ച സംഘം പ്രസിഡന്റ് അണിയൂർ ജയകുമാറിന്റെയും പൊടി പോലുമില്ല. ഇതുപോലെ ഒട്ടേറെ നിക്ഷേപകരാണ് ബാങ്കിന്റെ പിടിപ്പുകേടിൽ പ്രതിസന്ധിയിലായത്. 2017 നമ്മൾ ഒരു ചിട്ടിയിൽ ചേർന്ന് നമ്മൾ ചുറ്റി പിടിച്ച് നമ്മളിവിടെ പൈസ ഇട്ട് എന്റെ ഭർത്താവ് വണ്ടി ഇടിച്ച് കിടക്കണം. ആ അവസ്ഥയിൽ കിടന്നിട്ട് നമ്മൾ പൈസയ്ക്ക് ആവശ്യപ്പെട്ടതാണ്. അപ്പൊ പിന്നെ തരാന്ന് പറയണല്ല, നമുക്ക് ഇതുവരെയ്ക്ക് പൈസ കിട്ടിയിട്ടില്ല. ഒരുപാട് ദിവസങ്ങളിലൂടെ ഇറങ്ങി കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 4 മാസം കൊണ്ട് ഇറങ്ങി തരാൻ ഇവിടെ വരവാൻ സാറുമൊന്നും സാറിനെ കാണാനില്ല. വായ്പ നൽകിയതിലും ബോർഡ് അംഗങ്ങളെ നിയമിച്ചതിലും സംഘത്തിൽ തിരിമറി നടന്നെന്നാണ് കണ്ടെത്തൽ. ബാങ്കിന്റെ ബാധ്യത 17 കോടിയാണെന്നാണ് ഇന്റേണൽ ഓഡിറ്റ് റിപ്പോർട്ട്. ഇത് സംഘം പ്രസിഡന്റ് അണിയൂർ ജയകുമാറും വാർത്താസമ്മേളനത്തിൽ തുറന്നു സമ്മതിച്ചു. നിങ്ങൾ പറയുമ്പോൾ അവിടെ പണം 17 കോടിയുടെ ഫണ്ട് എറോഷൻ എന്നാണ് ആഡിറ്റിൽ പറയുന്നത്. അതെ, ഓൺ ഫണ്ട് എടുത്ത് ചിട്ടി കൊടുത്തു. അതല്ല, ഞാനതൊന്നും മറച്ചു വെക്കുന്നില്ല. സഹകരണ ജോയിന്റ് രജിസ്ട്രാറുടെ നേതൃത്വത്തിൽ അന്വേഷണം തുടങ്ങി. മരിച്ച ബിജുകുമാറിന്റെ ഇടപാടുകളാണ് ആദ്യം പരിശോധിച്ചത്. 2019 ശേഷം ഓഡിറ്റ് കൃത്യമായി നടന്നിട്ടില്ല. അന്നു മുതലുള്ള ഇടപാടുകളെല്ലാം അന്വേഷിക്കും. ലോണുകൾ നൽകിയത് ശരിയായ ജാമ്യം വാങ്ങിയിട്ടല്ലെന്നാണ് അവസാനം നടന്ന ഓഡിറ്റിൽ കണ്ടെത്തിയത്. പണം വകമാറ്റിയതിനും തെളിവുകളുണ്ട്. AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.